നമ്മുടെ വസ്തുവിൻ്റെ കിഴക്കതിരാണിത്. ഈ അതിർക്കല്ലാണ് ഈ കാണുന്നത്. ഈ കല്ല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വസ്തുവിനകത്തോട്ട് കയറി. ഇവിടെ ഒരു സൈഡിലായിട്ട് ഒരു വലിയൊരു കുടംപുള്ളിയുടെ മരമുണ്ട്. പിന്നെ 1, 2, 3, 4 വലിയ മൂട് തെങ്ങുണ്ട്. പിന്നെ 1, 2, 3 പ്ലാവുണ്ട്. 3 അല്ല 4 പ്ലാവുണ്ട്. 4 പ്ലാവുണ്ട്. പിന്നെ വാഴ അതും ഇതൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ വസ്തുവിൻ്റെ അകത്ത് നിന്നുകൊണ്ടാണ് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. നല്ല പൊക്ക പുരയിടമാണ്. തൊട്ടടുത്ത് ഒരു വീട് പണി നടക്കുന്നുണ്ട്. വരാൻ പറ്റാത്തതുകൊണ്ട് കാട് കയറി കിടക്കുക. നമ്മൾ വസ്തുവിൻ്റെ ഏകദേശം ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തി. നമ്മൾ ഈ വസ്തുവിൻ്റെ പൊക്കം ഒന്ന് കാണിക്കാനാണ്. ഇത് കണ്ടോ, നമ്മൾ ഇങ്ങനെ താഴോട്ടിറങ്ങിയെങ്കിൽ മാത്രമേ ഈ വസ്തുവിൻ്റെ വഴിയിലേക്ക് വരത്തുള്ളൂ. അത്രയും പൊങ്ങി നിൽക്കുക. പിന്നെ വഴിയെന്ന് പറഞ്ഞാൽ ഇത് 3 മീറ്ററിലധികം വഴിയുണ്ട്. വഴിയുടെ അകലം കാണുന്നുണ്ടെങ്കിൽ ഏകദേശം ഇത്രയും അകലം നമ്മൾ കാണണം. കാര്യം ഈ സൈഡിലെല്ലാം പോച്ച കയറി നിൽക്കുന്നതുകൊണ്ടാണ് വസ്തുവിൻ്റെ വീതി നമുക്ക് കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തത്. ഈ ഇരുമ്പിൻ്റെ വേലി കെട്ടിയിരിക്കുന്നതും ഇവിടെ നിന്നാണ് നമ്മുടെ വസ്തുവിലോട്ട്, ഇങ്ങനെയാണ് വസ്തുവിലേക്ക് കയറുന്നതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ വേലി കെട്ടിയിട്ടേക്കുമായിരുന്നു. ഇപ്പം നടന്ന് കയറാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന വഴിയിൽ നിന്ന് ഏകദേശം പുരയിടത്തിലേക്ക് കയറണമെങ്കിൽ നമ്മൾ കാലിങ്ങനെ പൊക്കി വെച്ചെങ്കിൽ മാത്രമേ ഈ പുരയിടത്തിലേക്ക് കയറാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക്, അതായത് വഴിയിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പുരയിടം ഇത്രയും പൊങ്ങി നിൽക്കുക. വഴിയിൽ അന്ന് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ ഇങ്ങനെ കാട് കയറി കിടക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. വഴി ഈ വേലിയുടെ സൈഡ് മുഴുവൻ പോച്ച കയറി കിടക്കുന്നതുകൊണ്ടാണ് വഴി ഇങ്ങനെ ഇടുങ്ങിയതുപോലെ തോന്നുന്നത്. വഴി അത്യാവശ്യം 3 മീറ്ററിനെക്കാട്ടിയും വീതിയിലാണ് ഈ വഴിയുള്ളത്.